ഹലോ ഫ്രണ്ട്സ്, ഞാൻ എൻ്റെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇന്ന് കാണിക്കുന്നത്. അപ്പോൾ രാവിലത്തെ ആഹാരത്തിൻ്റെത് പിടിച്ചിട്ടില്ല, കാരണം അത് രാവിലെ ചപ്പാത്തിയും കറിയുമായിരുന്നു. നേരത്തേനകത്ത് ഞാനത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും അതെന്ത് കാണിക്കാൻ. അപ്പോൾ റൈസ് കുക്കറെ കഞ്ഞി വെക്കുന്നത് മുതലാണ് പിടിച്ചേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ കഴുത്തിൽ അരി വെച്ചിട്ട് വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ട് പോയിരിക്കുവാണ്. ഇപ്പോൾ എന്നിട്ട് നമ്മൾ അരി ഇടാൻ പോവുകയാണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഈ വെള്ളമൊക്കെ തിളയ്ക്കാൻ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ തുണി അലക്കാനോ എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിനൊക്കെ പോവും. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് നമ്മളിപ്പം പാത്രം കഴുകുവാണേ. അപ്പോൾ നമ്മൾ ചിലപ്പം വൈകിട്ടൊക്കെ 6 മണിക്ക് ശേഷമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം എടുത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കും കഴുകുന്നത്. അന്നേരം അപ്പോൾ അത് കഴുകുന്ന സമയത്താണ് വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യുന്നത്. ശരിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട്, സിങ്കിൽ പാത്രങ്ങൾ കെട്ടിക്കിടന്നാൽ പുതിയ പാത്രങ്ങൾ കഴുകാനോ ഉപയോഗിക്കാനോ ഒക്കെ ബുദ്ധിമുട്ടാകും. അടുക്കള അലങ്കോലമായിട്ട് കിടന്നാൽ ജോലി ചെയ്യാനുള്ള നമ്മുടെ ഉത്സാഹവും കുറയും. സാധനങ്ങൾ കണ്ടെത്താൻ കൂടുതൽ സമയമെടുക്കും. ചെറിയ 10-15 മിനിറ്റ് ജോലി 30-60 മിനിറ്റ് ജോലിയായിട്ടങ്ങ് മാറും. ഈ ഒരു പ്രോക്രാസ്റ്റിനേഷൻ മാറാനായിട്ട് നമ്മൾ 5 മിനിറ്റ് മാത്രം ചെയ്യുമെന്ന് തീരുമാനിച്ച് തുടങ്ങണം. അപ്പോൾ അങ്ങനെ തുടങ്ങിയാൽ നമുക്ക് ജോലി എളുപ്പത്തിൽ പൂർത്തിയാക്കാനായിട്ട് പറ്റും. 2-3 മിനിറ്റിൽ തീരുന്ന ജോലിയാണെങ്കിൽ മാറ്റി വെക്കരുത്. അടുക്കള മുഴുവൻ വൃത്തിയാക്കണം എന്നതിന് പകരം രാവിലെ ഒരു 15 മിനിറ്റ് പാത്രങ്ങൾ കഴുകി വെക്കുക. എന്നിട്ട് വൈകിട്ട് 5 മണിക്ക് വേസ്റ്റ് കളയൽ, കൗണ്ടർ ടോപ്പ് തുടയ്ക്കൽ തുടങ്ങിയവ അന്നേരം ചെയ്യണം. എല്ലാം പെർഫെക്റ്റ് ആയിരിക്കണം എന്ന ചിന്ത ചിലപ്പോൾ ജോലി തുടങ്ങാതിരിക്കാൻ കാരണമാകും. കുറച്ചെങ്കിലും ചെയ്തു എന്ന സമീപനമാണ് ഓൾമോസ്റ്റ് ഒരു ദിവസത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ നമ്മളെ തോന്നിപ്പിക്കുന്നത്. ഡൺ ഈസ് ബെറ്റർ ദാൻ പെർഫെക്റ്റ് എന്ന സമീപനമാണ് നല്ലത്. ആദ്യം കുറച്ചെങ്കിലും ചെയ്യുക, പിന്നീട് മെച്ചപ്പെടുത്താം. പെർഫെക്ഷനിസവും പ്രോക്രാസ്റ്റിനേഷനും തമ്മിൽ ബന്ധമുണ്ട്. തുടങ്ങുക എന്നതിനേക്കാൾ പരാജയപ്പെടരുത് എന്ന ചിന്തയാണ് കൂടുതൽ ശക്തമാകുന്നത്. വൈകിട്ട് പാത്രം കഴുകി വെച്ചാൽ രാവിലെ പാചകം ചെയ്യാൻ എളുപ്പമാകും. ദുർഗന്ധം കുറയും. കേരളത്തിലെ പല വീടുകളിലും രാവിലെ പ്രഭാത ഭക്ഷണം, കുട്ടികളുടെ സ്കൂൾ തയ്യാറെടുപ്പ് തുടങ്ങിയ കാര്യങ്ങൾ വേഗത്തിൽ നടക്കുന്നതിനാൽ രാത്രിയിൽ അടുക്കള ഒതുക്കി വെക്കുന്നത് സഹായകരമാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വ്യക്തിയുടെ ജീവിത രീതിയും സമയക്രമവും അനുസരിച്ച് മാറും. ചിലപ്പോൾ പകൽ മുഴുവൻ നല്ല ജോലിയൊക്കെ ചെയ്ത് ടയേർഡായ ആൾക്ക് രാത്രിയിൽ പാത്രങ്ങൾ കഴുകാൻ ഒരുപാട് പ്രയാസം വരും. രാവിലെ ആണെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് എളുപ്പത്തിൽ അത് തീർക്കാനും പറ്റിയെന്നിരിക്കും. രാത്രിയിലാണെങ്കിൽ അതിന് ഒരുപാട് സമയം വേണ്ടി വരും. നമുക്കിപ്പോൾ വെളിയിലോട്ട് പോകണേ. അപ്പോൾ അതിന് ഞാനാണെന്നുണ്ടെങ്കിൽ സാമ്പാർ വന്നിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഇച്ചിരി മുരിങ്ങയില വെച്ചിട്ട് തേങ്ങാക്കറി വെച്ചിട്ടുണ്ടായിരുന്നു, അതെടുത്തിട്ട് ഇപ്പോൾ ചൂടാക്കുക. ഇച്ചിരി പയറുമെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, അതെടുത്ത് ചൂടാക്കുക. അതൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാനിപ്പം റേഷൻ കടയിലോട്ട് ഇറങ്ങുവാണേ. റേഷൻ കാർഡും സഞ്ചിയൊക്കെ ആയിട്ട് അരിയൊക്കെ വാങ്ങിക്കാനായിട്ടാണ്. നമുക്ക് കുറച്ച് പൂച്ചയുണ്ട്. എൻ്റെ പെറ്റ് ഡോഗ് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അവനും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇച്ചിരി അരിയൊക്കെ വാങ്ങിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ അവിടെ തിരക്കില്ലായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് വാങ്ങിച്ചിട്ട് വരാൻ പറ്റി. പിന്നെ അത് കഴിഞ്ഞ് വന്നിട്ട് അവരുടെ മീനൊക്കെ വെളിയിലെടുത്ത് വെച്ചിട്ടായിരിക്കും ഞാൻ പോകുന്നത്. വന്ന് അവർക്ക് ചോറൊക്കെ വെച്ച് കൊടുത്ത് അത് ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പിന്നെ അവർക്ക് ചോറ് കൊടുക്കുമായിരുന്നു. ഒരു 3-4 പേര് വെച്ചിട്ടുണ്ട്. ഇപ്പം ഒരു കൊച്ചു പൂച്ച വളർന്ന് വലുതായതിവിടെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അതിനെ കാണാനില്ല കേട്ടോ. ഇപ്പോൾ ഈ വീഡിയോ പിടിക്കുന്ന സമയത്ത് അവളിവിടെ ഉണ്ടായിരുന്നു, പിന്നെ അതിനെ കാണാനില്ല. പിന്നെ ബാക്കി ഇപ്പോൾ ഒരു 3 പേരുണ്ട്. പക്ഷേ ഇവരെല്ലാം തന്നെ ഞങ്ങളുടെ കുടുംബ വീട്ടിലാണ്. ഇപ്പോൾ കുടുംബ വീടിൻ്റെ അവിടെ വെച്ചിട്ടാണ് ഈ ചോറ് കൊടുക്കുന്നത്. അടുത്തടുത്താണ്. അപ്പം എനിക്ക് സ്വന്തമായിട്ട് എന്ന് പറയുന്ന ഇതിൽ ഒരെണ്ണം മാത്രമേ ഉള്ളൂ, സുസുക്കി എന്ന് പറയുന്നത്. ബ്ലാക്കും വൈറ്റും കളറിലിരിക്കുന്ന വലിയ ചീനച്ചട്ടിയിൽ നിന്ന് കഴിക്കുന്ന അവനാണ് എൻ്റെ സുസുക്കിയെ. അവൻ മാത്രമേ എൻ്റെ വീട്ടിൽ വരികയും താമസിക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇവർക്കുള്ള എല്ലാ ആഹാരവും ഞാനാണ് ഇപ്പോൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇപ്പം പപ്പായും അമ്മയും തൽക്കാലം ഇപ്പോൾ വീട്ടിലില്ല കുറച്ച് ദിവസത്തേക്ക്. അപ്പോൾ അങ്ങനെ വെച്ച് അവിടെ കൊണ്ടുവന്ന് വെച്ച് എല്ലാവർക്കും കൊടുത്ത് അവരിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുവാണ്. ശരിക്കും പൂച്ചയെ വളർത്തുന്നതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമല്ലേ. അതുപോലെ നമ്മുടെ ഏകാന്തതയൊക്കെ കുറയ്ക്കാനായിട്ട് പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ കാണുന്ന പൂച്ചയാണ് ഇപ്പോൾ കാണാതെ പോയത്. അതിപ്പോൾ ഒരു 5-6 മാസമായതാണെന്ന് തോന്നുന്നു. കുറച്ച് നാളിവിടെ ഉണ്ടായിരുന്നതാണ്, പിന്നെ അതിനെ കാണാതെ പോയി. എന്താണെന്ന് നമുക്കറിയത്തില്ല. അയൽവക്കത്തോട്ടൊക്കെ പോയതാണ്, പിന്നെ കാണാനില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ പൂച്ചകളെയൊക്കെ വളർത്തുന്നത് നമ്മുടെ കുട്ടികളിലൊക്കെ ആണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്ത ബോധം കൂടും. കുഞ്ഞുങ്ങളുടെ അനുകമ്പ എന്നുള്ള സ്വഭാവം, ദയ, അങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങളൊക്കെ അവർക്ക് നല്ല രീതിയിൽ ഈ പെറ്റ്സിനെയൊക്കെ വളർത്തിക്കഴിഞ്ഞാൽ ഉണ്ടാവും. പിന്നെ അങ്ങനെയൊക്കെയാണ് പെറ്റ്സിൻ്റെ കാര്യങ്ങൾ. പിന്നെ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്ന കോവയ്ക്കായ മെഴുക്കുവരട്ടി വെക്കാൻ പോവാണ്.
അപ്പോൾ അത് അരിഞ്ഞിട്ട് ഞാൻ സ്ക്രാപ്പറെ വെച്ചിട്ടാണ് അരിയുന്നത്. എല്ലാം 2 സൈഡും കട്ട് ചെയ്തിട്ട് അത് സ്ക്രാപ്പറെ വെച്ച് ഒരുമിച്ച് അരിഞ്ഞെടുക്കുക ചെയ്യുന്നത്. അതിൽ പഴുത്തതും അല്ലാത്തതും ഒക്കെ ഈ അരിയുന്ന കൂട്ടത്തിൽ കാണും. നമ്മൾ പക്ഷേ കുറച്ച് കഴിഞ്ഞിട്ട് പഴുത്തെടുത്തങ്ങ് മാറ്റും. അരിയുമ്പം പലതല്ലേ ഒരുമിച്ച് വീഴുന്നത്, അപ്പം അങ്ങനെ എടുത്ത് മാറ്റും. കോവയ്ക്ക ശരിക്കും വളരെ ആരോഗ്യത്തിന് വളരെ നല്ലൊരു പച്ചക്കറിയാണ്. അതിൽ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനുള്ള ഘടകങ്ങളൊക്കെ ഈ കോവയ്ക്കായിലുണ്ട്. ഫൈബർ കൂടുതലാണ്, അതിനാൽ ദഹനം മെച്ചപ്പെടുത്താനും കോൺസ്റ്റിപ്പേഷൻ കുറയ്ക്കാനും ഒക്കെ ഇത് സഹായിക്കും. അതുപോലെ വിറ്റാമിൻ എ, സി എന്ന തുടങ്ങിയ വിറ്റാമിനുകളൊക്കെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അത് രോഗപ്രതിരോധ ശേഷിക്ക് വളരെ നല്ലതാണ്. അപ്പം അങ്ങനെ അത് നല്ല കാര്യമാണ്. അപ്പോൾ ഞങ്ങൾ എന്നും ഒരേ പച്ചക്കറി തന്നെയൊന്നും കഴിക്കാതെ നമ്മൾ മാറിയും മറിച്ചൊക്കെ ഓരോന്ന് ഉപയോഗിക്കുക. എല്ലാത്തിലും പല ടൈപ്പ് വിറ്റമിനുകളുണ്ടല്ലോ. അപ്പം അത് ഫൈബറൊക്കെ ഉള്ളത് കഴിക്കുന്നത് എപ്പോഴും വളരെ നല്ലതാണ്. കാരണം കുടലിൻ്റെ ആരോഗ്യത്തിനും ദഹനം നല്ലതാക്കാനും ഒക്കെ വളരെ നല്ല കാര്യമല്ലേ. പണ്ട് എൻ്റെ കൊച്ചിലെയൊക്കെ കോവയ്ക്കൊക്കെ ഇങ്ങനെ പച്ചയ്ക്ക് എടുത്ത് തിന്നുമായിരുന്നു. നമ്മൾ വീട്ടുമുറ്റത്തൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുമല്ലോ. അപ്പം നമ്മൾ കൃഷി ചെയ്യുമ്പം ഒക്കെ അമ്മച്ചിമാരുടെ കൂട്ടത്തിലൊക്കെ നിന്നിട്ട് അത് പറിച്ചിട്ട് പച്ചയ്ക്ക് തിന്നുക. അന്ന് അതൊക്കെ കഴിക്കുമ്പോൾ നല്ല രുചിയായിട്ടാണ് തോന്നിയത്. പക്ഷേ ഇപ്പോൾ കഴിക്കുമ്പോൾ അത്ര പച്ചയ്ക്ക് കഴിക്കാൻ തോന്നാറില്ല. അപ്പോൾ അങ്ങനെ മെഴുക്കുവരട്ടി വെക്കുവാണ്. അപ്പം മെഴുക്കുവരട്ടി വെക്കുമ്പോൾ അതിൽ സ്പെഷ്യലായിട്ട് ഇച്ചിരി കുരുമുളക് കൂടി ചേർക്കുന്നുണ്ട്. ഞാൻ പച്ചമുളക് അങ്ങനെ എപ്പോഴും ചേർക്കാറില്ല. കോവയ്ക്കയിൽ ഇച്ചിരി മഞ്ഞളും ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് ഒക്കെ ഉണ്ടാക്കുവാണ്. അപ്പം അതിന് ഒരു ഇറച്ചിയുടെ പോലത്തെ ഒക്കെ രുചിയാണ് കുരുമുളകൊക്കെ ഇട്ടിട്ട് ചെയ്യുമ്പോൾ. അപ്പോൾ അത് ചെയ്യുക. ഞാൻ ഇച്ചിരി മുമ്പ് പറഞ്ഞാലല്ലോ കുറച്ച് പയറ് മെഴുക്കുവരട്ടിയും മുരിങ്ങയ്ക്ക കറിയും ഉണ്ടായിരുന്നു. അത് ഇച്ചിരി ഉണ്ടായിരുന്നുള്ളൂ. അതങ്ങ് ചൂടാക്കി നേരത്തെ വെച്ചതാണ്. അപ്പോൾ ഞാൻ പിന്നെ അരിയൊക്കെ വാങ്ങിക്കാൻ പോയില്ലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് പൂച്ചയ്ക്കൊക്കെ കൊടുത്തു കഴിഞ്ഞ് വന്നതിന് ശേഷം പിന്നെ ഇതുപോലെ കോവയ്ക്ക മെഴുക്കുവരട്ടി വെക്കുമായിരുന്നു. അത് കഴിഞ്ഞിട്ട് സാമ്പാർ പിന്നെ വെക്കാനായിട്ടാണ്. അപ്പോൾ സാമ്പാർ വെക്കുമ്പോൾ ഞാൻ വീട്ടിലെ പറമ്പിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് കൂടുതലും വീട്ടിലെ പറമ്പിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ടാണ് വെക്കുന്നത്. അപ്പോൾ എൻ്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ പരീക്ഷണങ്ങളൊക്കെ ഒന്ന് നടത്തി നോക്കിയതാണ്. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് അത് നല്ലതാണോ എന്ന് തോന്നണം. കാണുമ്പോൾ തന്നെ നമുക്കറിയാം അത് നല്ലതായിട്ടാണ് വെച്ചിരിക്കുന്നതെന്ന്. അപ്പം പിന്നെ എന്തുമായിരുന്നു, പിന്നെ മീൻ വറക്കുമായിരുന്നേ. അപ്പോൾ ഇച്ചിരി ഉപ്പും കുരുമുളകും ചുവന്ന മുളക് പൊടിയും ഇച്ചിരി മല്ലിപ്പൊടി, ഒരു ചെറിയ തരിക്ക് മല്ലിപ്പൊടിയൊക്കെ ചേർക്കും. അപ്പോൾ അതിനൊരു സ്പെഷ്യൽ മണവും രുചിയൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇങ്ങനെയൊക്കെ വെളിയിട്ട് പോയിട്ട് വന്നതുകൊണ്ട് ആ കറി വെക്കാതെ അന്നങ്ങ് അതിലൊന്നും വറുത്ത മീനൊന്നും കഴിക്കത്തില്ല. അപ്പം ഇങ്ങനെയൊക്കെ പെട്ടെന്ന് പോയിട്ടൊക്കെ വരേണ്ട സംഗതി ഉണ്ടെങ്കിൽ കറി വെക്കാൻ വെച്ച മീനൊന്ന് ഇച്ചിരി എടുത്തിട്ട് വറുക്കാനായിട്ട് വെക്കുവേ. അങ്ങനെ അന്നേരം അതങ്ങനെ വറുക്കാനായിട്ടൊക്കെ പുരട്ടി വെച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇച്ചിരി മാങ്ങയുള്ള സമയമായിരുന്നേ. അപ്പം കുറച്ച് മാങ്ങയൊക്കെ ചെത്തിയിട്ട് ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ താഴെ വീഴുന്നത് പെറുക്കിയെടുക്കുന്നതും ഉണ്ട്, പിന്നെ മാവയിൽ നിന്ന് പറിച്ചെടുക്കുന്നതും ഉണ്ട്. അത് ഇടയ്ക്കിടയ്ക്കൊക്കെ ചെത്തി ചില്ലി ട്രെയിലൊക്കെ ആക്കി വെച്ചിട്ട് ക്യൂബ് പോലൊക്കെ എടുത്ത് കഴിക്കുകയും ശരി അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ചിലപ്പം പാലൊഴിച്ച് സ്മൂത്തി പോലൊക്കെ ആക്കിയിട്ട് ഇപ്പോൾ വൈകിട്ടെടുക്കാൻ വേണ്ടി ഇച്ചിരി മാങ്ങ ചെത്തി പാലൊക്കെ ഒഴിച്ച് സ്മൂത്തി പോലെ ആക്കി എടുക്കുവാണ്. അപ്പം നമുക്ക് സീസണലായിട്ട് കിട്ടുന്ന ഫ്രൂട്ട്സൊക്കെ കഴിക്കുന്നതല്ലേ നല്ലത്. അപ്പം എല്ലാം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് കീടനാശിനികളൊന്നും ചേരാതെ കിട്ടുന്നതല്ലേ. അപ്പോൾ നമ്മുടെ പറമ്പിൽ ഉള്ള സാധനങ്ങളൊക്കെ അതുള്ള സമയത്ത് അതൊക്കെ ആയിരിക്കും കഴിക്കുന്നത്. അപ്പം കടയിൽ നിന്ന് അങ്ങനെ എപ്പോഴും വാങ്ങിക്കാറില്ല. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഉച്ചയ്ക്ക് മുമ്പായിട്ടാണ് ഇതെല്ലാം ചെയ്ത് വെക്കുന്നത്. ഇപ്പോൾ മാങ്ങ അടിച്ച് ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇട്ട് ഇച്ചിരി പാലുമൊക്കെ ഒഴിച്ച് അത് ഇപ്പം അരിച്ച് അത് ഇറങ്ങി വരാൻ ഇച്ചിരി പ്രയാസമാണ് അരിപ്പയെ കൂടെ. അപ്പോൾ അതിങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക. അപ്പം അത് കഴിഞ്ഞിട്ട് ഫ്രിഡ്ജിൽ കയറ്റി വെക്കും. എന്നിട്ടൊരു 4 മണിയൊക്കെ ആകുമ്പോൾ എടുക്കും. അപ്പം അതിനകത്തും വിറ്റാമിൻ സി ഒക്കെ ഉള്ളതല്ലേ. അപ്പോൾ പിന്നെ ഒരു കൂളിംഗ് എഫക്റ്റാണ് മാങ്ങ കൊണ്ടുള്ള എന്തെങ്കിലും സാധനങ്ങൾ കഴിക്കുക എന്ന് പറയുന്നതിനെ തന്നെ. ജസ്റ്റ് ഫ്രിഡ്ജിനകത്ത് ചുമ്മാ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുക്കുമ്പോൾ തന്നെ ഒരു ഐസ്ക്രീമിൻ്റെ സ്കൂപ്പ് നമ്മൾ കഴിക്കുന്ന മാതിരിയുള്ള ഒരു എഫക്റ്റാണ്, ഒരു ഫീലാണ്. ശരിക്കും മാങ്ങ പച്ചയ്ക്ക് തിന്നുമ്പോൾ തന്നെ നമുക്കറിയാലോ, വായി വെക്കുമ്പോൾ തന്നെ ഒരു തണുപ്പ് മാതിരിയാണ് നമുക്ക് തോന്നുന്നത്. അടുത്തത് ഞാൻ സാമ്പാർ ഉണ്ടാക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ പറമ്പിലൊക്കെയുള്ള കുടുംബ വീട്ടിലും മറ്റെല്ലാം പറമ്പിലൊക്കെയുള്ള പച്ചക്കറികളൊക്കെ എടുത്തിട്ടാണ് സാമ്പാർ ഉണ്ടാക്കിയത് കേട്ടോ. അല്ലാതെ ചേർത്തത് ക്യാരറ്റും പിന്നെ ഉരുളക്കിഴങ്ങും വെള്ളരിക്കായുമാണ് അല്ല കടയിൽ നിന്ന് വാങ്ങിച്ച് ചേർത്തത്. അപ്പം ഇതൊക്കെ ബാക്കി സാധനങ്ങളൊക്കെ പറമ്പിലുണ്ടായിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ സ്വന്തം ഇഷ്ടത്തിന് പറ്റുന്ന രീതിക്കൊന്ന് ഉണ്ടാക്കി നോക്കാമെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബേ ലീഫില്ലേ, കുമ്പിളപ്പം ഉണ്ടാക്കുന്ന ബേ ലീഫ്, മുരിങ്ങയില, പച്ചച്ചീരയില, ഇരുമ്പമ്പുളി, പിന്നെ പറമ്പിൽ തന്നെ വാഴയ്ക്കായ,
അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ പറമ്പിൽ നിന്ന് കിട്ടുന്നതൊക്കെ എടുത്തു. അപ്പം പിന്നെ ഇച്ചിരി ഉരുളക്കിഴങ്ങും ക്യാരറ്റ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഒക്കെ എടുത്ത്. അപ്പോൾ പിന്നെ പുളിക്ക് ഇച്ചിരി ഇരുമ്പും പുളി, അത് കൂടാതെ തക്കാളി ഞാൻ ചേർത്തിട്ടുണ്ട്, കാണാമല്ലോ, ഒരു തക്കാളി ചേർത്തിട്ടുണ്ട്. അങ്ങനെ ഇതെല്ലാം എടുത്ത് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത്, അപ്പം സാമ്പാറിനൊക്കെ അരിയുന്ന എല്ലാവർക്കും അറിയാമല്ലോ, വട്ടത്തിൽ ചതുരത്തിൽ എന്നുവെച്ചാൽ നീളത്തിൽ അരിയുന്ന അവിയലിനും സ്ക്വയറിൽ അരിയുന്നത് നമ്മൾ സാമ്പാറിനുമാണല്ലോ. അപ്പോൾ അങ്ങനെ അതെല്ലാം അരിഞ്ഞ് ഇതെല്ലാം ചേർത്ത് ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ ഇച്ചിരി പുളിയും ഒക്കെ ചേർത്തിട്ട് വേവിക്കാൻ വെച്ചു. ഞാൻ വേവിക്കുമ്പോൾ തന്നെ ഇച്ചിരി കായപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് വേവിക്കുന്നത്. പിന്നെ പോരെങ്കിൽ പിന്നെ ഇച്ചിരി കായപ്പൊടി വെന്ത് കഴിയുമ്പോൾ ഇട്ട് കൊടുക്കും. അപ്പോൾ എന്ത് ഞാൻ പറഞ്ഞേ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഉപ്പ് ചേർത്തോണമെന്നും മഞ്ഞളും ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതൊക്കെ ഉണ്ടാക്കുന്നത്. ഞാൻ ഇങ്ങനെ ചെയ്തപ്പോഴാണ് എനിക്ക് നല്ല മണവും രുചിയൊക്കെ വന്നത്. കഷ്ണം വേവാൻ വെക്കുമ്പോൾ തന്നെ ഇച്ചിരി ഉപ്പും ഇച്ചിരി മഞ്ഞളും ഇച്ചിരി പുളി പിഴിഞ്ഞതും കായപ്പൊടിയും ചേർത്തിട്ടാണ് എനിക്ക് നല്ല രുചിയും മണമൊക്കെ വന്നത്. അങ്ങനെ അതെല്ലാം ചേർത്ത് വേവിച്ചു. ഒരു 3 വിസിലടിക്കുന്നവരെ വേവിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നേ, അത് പറയാൻ മറന്നു പോയതാണ്. പച്ചമുളക് ഇട്ടിട്ടുണ്ടായിരുന്നു, 4 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഫ്രൈങ് പാനിനകത്ത് ഇച്ചിരി കടുക് പൊട്ടിച്ച് ഇച്ചിരി സവോളയും ഇച്ചിരി മുളക് പൊടിയും മല്ലിപ്പൊടി ഒരു ചെറിയ സ്പൂണ്, പിന്നെ മുളക് പൊടി ഒരു ചെറിയ സ്പൂണ്, ഇച്ചിരി ഉലുവാപ്പൊടി, ഇതൊക്കെ ഇട്ട് ഒന്ന് വഴറ്റിയിട്ട് ഈ വേവിച്ച് വെച്ചേക്കുന്ന പച്ചക്കറി കൂട്ടിനകത്തോട്ട് ഞാൻ അത് ചേർത്തു. അത് ചേർത്ത് ഇളക്കിയിട്ട് ഒന്നുകൂടെ അടച്ച് വെച്ചിട്ട് ഒരൊറ്റ വിസിലടിച്ചു കേട്ടോ. കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ അത് തുറക്കുന്നത്. അപ്പോൾ പിന്നെ ഉച്ചയ്ക്ക് ഉണ്ണുന്ന സമയമായപ്പോഴാണ് തുറന്നത്. നല്ല മണവും നല്ല രുചിയൊക്കെ ആയിരുന്നു കേട്ടോ. അത് ഒരു 3-4 ദിവസം ഉണ്ടായിരുന്നു. അതിൽ നമ്മൾ ഓരോ ദിവസം എടുക്കുമ്പോഴും ഒരു സൂപ്പിൻ്റെ പോലത്തെ മണവും രുചിയൊക്കെയാണ്, ഭയങ്കര ഗുണമല്ലേ. പിന്നെ അത് കഴിഞ്ഞ് ഹസ്ബൻഡ് വന്നു, ഉച്ചയ്ക്ക് ചോറുണ്ടു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇച്ചിരി സമയം കഴിഞ്ഞപ്പോഴത്തേക്കും മിറ്റമൊക്കെ തൂക്കാമെന്ന് കരുതിക്കൊണ്ട് വന്നേ. മുമ്പ് ഞാൻ സാമ്പാർ ഇടാൻ നേരം വേറെ ഡ്രസ്സാണ് ഇട്ടിരുന്നത്. അത് ഞാൻ വെള്ളോട്ട് പോയിട്ട് വന്നിട്ടാണ് സാമ്പാർ വെച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഡ്രസ്സങ്ങ് മാറിയായിരുന്നു. പിന്നെ അതിന് ഇച്ചിരി തൂത്തു, പിന്നെ ആഹാരം കഴിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഇച്ചിരി നേരം പുസ്തകം വായിച്ചു. റീഡിങ് ഇടയ്ക്കൊക്കെ ഉണ്ട്, എല്ലാ ദിവസവും ഒന്നും പറ്റാറില്ല. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വായിക്കും. ചിലപ്പോൾ വനിതയൊക്കെ ആയിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും ബുക്കുകളൊക്കെ ആയിരിക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് മീനിൻ്റെ വാലിൻ്റെ പീസ് ഇരിപ്പുണ്ടായിരുന്നേ. അപ്പോൾ അത് മുറിച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് കട്ട് ചെയ്താൽ പിന്നെ അത് ഞാൻ പിന്നെ പക്ഷേ വറക്കാൻ വേണ്ടി എടുക്കുമായിരുന്നു. കുറച്ചേ ഉണ്ടായിരുന്നുള്ളേ. കുറച്ച് അധിക ദിവസം ഫ്രീസറിൽ ഇരുന്നായിരുന്നു. ഫ്രീസറിൽ അങ്ങനെ ഞങ്ങൾ അധികം വെക്കുന്നതല്ല, ബൈ ചാൻസ് ഇരുന്ന് പോയതാണ്. അന്നേരം അധിക ദിവസം വെച്ചുകൊണ്ടിരിക്കത്തെ ഫ്രീസറിലൊന്നും ഒരാഴ്ചത്തേക്കൊക്കെയുള്ള സംഭവം ചിലപ്പോൾ 1.5 ആഴ്ചത്തേക്കൊക്കെ കാണും. അപ്പോൾ അങ്ങനെ ഇത് ഇച്ചിരി അലുത്തുപോയി. അപ്പോൾ പിന്നെ ഒരു വിധത്തിലൊക്കെ അത് തൊലിയൊക്കെ ചെത്തി പിന്നെ അത് വറുക്കാൻ എടുക്കുമായിരുന്നു. കുറച്ച് പൂച്ചകൾക്ക് ആഹാരമായിട്ടൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു. അങ്ങനെ കറി വെച്ചു. നമ്മുടെ ഇന്നത്തെ ഐറ്റം എന്ന് പറയുന്നത് സാമ്പാറായിരുന്നു. കാരണം അതായിരുന്നു നല്ല ചൂടോടെ കഴിക്കാൻ നല്ല രുചിയായിട്ട്, നല്ല മണമല്ലേ സാമ്പാറിന്. കായമൊക്കെ ഇട്ട് ഈ പല സൈസ് പച്ചക്കറികളൊക്കെ ചേർക്കുമ്പോൾ നല്ല രുചിയാണ്. ഇപ്പോൾ ബേ ലീഫൊക്കെ ചേർക്കുമ്പോൾ നല്ലൊരു മണം കിട്ടും. അത് നമുക്ക് നമ്മുടെ സെൽസിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നല്ലതാണ്. രക്തത്തിലെ ഷുഗർ കൺട്രോൾ ചെയ്യാനായിട്ട്, കുറയ്ക്കാനായിട്ട് ഈ ബേ ലീഫ് ചേർക്കുന്നത് ഹെൽപ്പ് ചെയ്യും. പിന്നെ രുചിക്കായിട്ട് നമ്മൾ ചേർക്കുന്നതാണെങ്കിലും വേവിച്ച ശേഷം നമ്മൾ ആ ബേ ലീഫ് എടുത്ത് കളയണം. അത് നമുക്ക് ദഹിപ്പിക്കാനൊക്കെ പ്രയാസമല്ലേ. പിന്നെ അങ്ങനെ ബേ ലീഫൊക്കെ ചേർത്താലും സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാനൊന്ന് ശ്രമിച്ച് നോക്കിയതാണ്. നമ്മൾ ഇറച്ചിക്കറിക്കൊക്കെ ചേർക്കത്തില്ലേ, ഏതായാലും നല്ലൊരു മണമൊക്കെ ആയിരുന്നു. പിന്നെ അതുപോലെ മുരിങ്ങയിലെ വിറ്റാമിൻ എയും സിയും കെയും ഒക്കെ ഉണ്ടല്ലോ, മിനറൽസ് അടങ്ങിയിട്ടുണ്ട്, ഫൈബർ അടങ്ങിയിട്ടുണ്ട്. ഇത് ഈ മുരിങ്ങയില കഴിക്കാൻ നമ്മുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ പച്ചച്ചീരയൊക്കെ ആണെങ്കിൽ എല്ലാവർക്കും ആവശ്യമുള്ള സംഗതിയാണ്. ഇരുമ്പും ഫോളേറ്റും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. രക്തം ഉണ്ടാകുന്നതിനൊക്കെ വളരെ നല്ലൊരു സംഗതി പച്ചച്ചീര എന്ന് പറയുന്നത്. അതൊക്കെ ദിവസവും ആഹാരത്തിൽ ഉൾപ്പെടുത്താമെങ്കിൽ നല്ലതാണ്. പിന്നെ പച്ചക്കായാണെങ്കിൽ കുടലിൽ നല്ല ബാക്ടീരിയകളുണ്ടല്ലോ, അതിനെ വളർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നല്ല ബാക്ടീരിയയും ചീത്ത ബാക്ടീരിയയും കുടലിലുണ്ടെന്ന് അറിയാമല്ലോ. നല്ല ബാക്ടീരിയ ഉണ്ടെങ്കിൽ കുടലിനൊക്കെ നല്ല ഹെൽത്ത് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വളരെ നല്ല കാര്യമാണ്. അങ്ങനെ ആഴ്ചയിൽ 2-3 പ്രാവശ്യമെങ്കിലും ഇതൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് സാമ്പാർ ഉണ്ടാക്കാം. അല്ലെങ്കിൽ തന്നെ ആഴ്ചയിൽ 4-5 ദിവസം സാമ്പാർ മാറി മാറി വെച്ചാലും കുഴപ്പമില്ല. മാറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സൈസ് കഷ്ണങ്ങൾ ഇട്ടിട്ട് നമ്മൾ വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാമെന്നല്ല, ഒരു 3-4 കൂട്ടം കഷ്ണം ഇട്ടിട്ട് ഒരു 1-2 ദിവസം, പിന്നെ അത് കഴിഞ്ഞിട്ട് മാറി ഒരുപാട് കഷ്ണങ്ങൾ നമുക്ക് സാമ്പാറിൽ ഇടാമല്ലോ.
എല്ലാം കൂടെ ഒരുമിച്ച് ഉണ്ടാക്കി തിക്കായിട്ട് ഇങ്ങനെ വെച്ച് കഷ്ണം എല്ലാവരുടെയും മുഴുത്ത് കിടക്കുന്നതിനേക്കാൾ നല്ലത് പല പല പച്ചക്കറികൾ മാറ്റി മാറ്റി വെച്ച് ആഴ്ചയിൽ സാമ്പാർ ഉണ്ടാക്കാമെങ്കിൽ വളരെ നല്ലതായിരിക്കും. നമുക്ക് രാവിലെ ദോശയുടെ ഇഡലിയുടെ ഒക്കെ കൂട്ടത്തിലെടുക്കാം, ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂട്ടത്തിലെടുക്കാം, വൈകിട്ട് നമുക്ക് ചപ്പാത്തിയൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ എടുക്കാം. ഞങ്ങളിവിടെ മിക്കവാറും ചപ്പാത്തിയാണ് വൈകിട്ട് കഴിക്കുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അടുപ്പിച്ച് വെച്ച് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിനൊരു മണവും രുചിയൊന്നും കാണത്തില്ല. അപ്പോൾ നമ്മൾ ഇച്ചിരി മാറ്റി പച്ചക്കറികൾ ഉപയോഗിക്കാമെങ്കിൽ നല്ല മണവും രുചിയുണ്ട്, എപ്പോഴും ഫ്രഷായിട്ട് കഴിക്കാനും പറ്റും. പിന്നെ ഇതങ്ങനെ ഉണ്ടാക്കുന്നതിന് വലിയ പ്രയാസമുള്ള കാര്യമൊന്നുമല്ല. പിന്നെ ഒരു കംപ്ലീറ്റ് ബാലൻസ്ഡ് ഡയറ്റാണ് ഈ സാമ്പാർ എന്ന് പറയുന്നത്. പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുണ്ടല്ലോ, പരിപ്പൊക്കെ ചേർക്കുമ്പോൾ പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഇലയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നതുകൊണ്ട് കോൺസ്റ്റിപ്പേഷൻ ഒന്നും ഉണ്ടാകത്തില്ല. കായമൊക്കെ ചേർക്കുന്നതുകൊണ്ട് പരിപ്പൊക്കെ എളുപ്പം ദഹിക്കാൻ പറ്റും. ശരിക്കും ഒരു ഒഴിച്ചുകറി, ഒരു സൂപ്പും എല്ലാം മാതിരിയാണ് ഈ സാമ്പാർ എന്ന് പറയുന്നത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മളിപ്പോൾ ഈ മീൻ ഇപ്പം സാമ്പാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ടാണ് നമ്മൾ ഈ മീൻ വെട്ടുന്നത് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. ഇനിയിപ്പോൾ മീൻ ഹസ്ബൻഡ് വൈകിട്ട് നേരത്തെ വന്നായിരുന്നേ കേട്ടോ. അന്നേരം പുള്ളി പൈനാപ്പിളും പപ്പായയും മാങ്ങയൊക്കെ കൊണ്ടാണ് ചെത്തുമായിരുന്നേ. കാരണം വെച്ചാൽ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചേ. ഞാൻ എല്ലാ ദിവസവും ഈ മാങ്ങയൊക്കെ കിട്ടുമ്പോൾ ചെത്തി സ്ലൈസ് ചെയ്ത് വെക്കാം. ഒരു ദിവസം പുള്ളിയെ കിട്ടിയപ്പോൾ ഒന്ന് ചെയ്തുതരാമെന്ന് ചോദിച്ചു. പുള്ളി ഭയങ്കര കറക്റ്റായിട്ട് ചെത്തുകയും പീസാക്കുകയൊക്കെ ചെയ്യും കേട്ടോ. ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര എക്സ്പേർട്ടായി. എന്നേക്കാളും നല്ല വശമാണ് സ്ലൈസ് ചെയ്തെടുക്കാനും ഒക്കെ. അങ്ങനെ അത് ചെയ്തു. ഞാനിപ്പോൾ ഇടയ്ക്ക് അടുത്ത് വന്നിരിക്കുകയും വർത്താനം പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇടയ്ക്ക് അടുക്കളയിലോട്ട് പോകും. അവിടെ എന്തെങ്കിലുമൊക്കെ വൈകിട്ട് പാത്രമൊക്കെ കഴുകിയൊക്കെ കഴുകി അങ്ങനെ പോകും. അങ്ങനെയൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ കണ്ടൻസ്ഡ് മിൽക്കും പാലും ചേർത്ത് ഞങ്ങൾ 2-3 ദിവസം ഇത് കഴിച്ചുകൊണ്ടിരുന്നത് കേട്ടോ. പിന്നെ ഫ്രൂട്ട് സലാഡൊക്കെ അത് കഴിഞ്ഞിട്ട് പിന്നീട് ആപ്പിളും ഞങ്ങൾ ഈ സ്ലൈസ് ചെയ്ത് വെച്ചിരുന്ന ഫ്രൂട്ട്സ് എല്ലാം ഞങ്ങൾ ചുമ്മാ കഴിച്ചങ്ങ് തീർത്തു. പിന്നെ അത് കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് വേറെ മാങ്ങയും ആപ്പിളും പപ്പായയും ഒക്കെ ഉണ്ടായിരുന്ന എടുത്തിട്ട് ഞങ്ങൾ ശരിക്കും കസ്റ്റാർഡ് പൗഡറൊക്കെ മിക്സ് ചെയ്ത് ഈ ഫ്രൂട്ട്സ് എല്ലാം മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിന്നെ ഞങ്ങൾ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കി കഴിക്കുമായിരുന്നു. ശരിക്കും നമ്മൾ ഉണ്ടാക്കുന്ന ഫ്രൂട്ട് സലാഡ് അങ്ങനെയാണ് കഴിച്ചത്. പക്ഷേ ഈ കണ്ടൻസ്ഡ് മിൽക്ക് മാത്രം നമ്മൾ വെച്ചിട്ട് കഴിക്കാൻ നല്ല രുചിയാണ് കേട്ടോ. അങ്ങനെ ഫ്രൂട്ട് സലാഡൊക്കെ കഴിച്ച് അങ്ങ് തീർന്നു കേട്ടോ. പിന്നെ ഇത്രയേ ഉള്ളായിരുന്നു നമ്മുടെ ഡേ ഇൻ മൈ ലൈഫ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ, താങ്ക്